വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരണം 7 ഇന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. ഇന്നലത്തെ പരിശോധനയിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അനഘ ഹർഷനുണ്ട് വിശദാംശങ്ങളുമായി. അനഘ, ഇന്നിപ്പോൾ തെരച്ചിൽ എങ്ങനെയാണ് അവിടെ തുടരുന്നത്? അതിശക്തമായ മഴ ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് ഇപ്പോഴും പെയ്യുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനിടയിലും രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടോ അനഘ? ഗൗതം, ഇന്ന് രാവിലെ മുതൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ തിരച്ചിലാണ് ഈ പുഴയോട് ചേർന്നുള്ള പ്രദേശത്ത് നിന്നും ഒരു മൃതശരീരം ലഭിച്ചിരിക്കുന്നത്. മറ്റ് 2 പേർക്ക് കൂടിയായിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. പശ്ചിമ ബംഗാൾ സ്വദേശിയായിട്ടുള്ള റാണ, അതുപോലെ തന്നെ ഗുപ്ത എന്നിങ്ങനെ ബംഗാൾ സ്വദേശിയായിട്ടുള്ള ഗുപ്ത, ഇവർ 2 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അവർക്കായിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഈ കെടാവർ നായ്ക്കളൊക്കെ എത്തിയ സമയത്തൊക്കെ ഈ പുഴയുടെ ഭാഗത്ത് നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ ഓടി മാറുന്ന സ്ഥലമാണ് ഈ പുഴയുടെ പ്രദേശം. ആ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ അതിവേഗം തിരച്ചിൽ നടത്തുന്നത്. 3 സോണുകളായി തിരിച്ചുകൊണ്ടാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. എന്നാലും കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ അതിശക്തമായ മഴ വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരുന്നത്. പുഴയിൽ ക്രമാതീതമായി ജലം ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വയനാടിനെ സംബന്ധിച്ച് യെല്ലോ അലേർട്ടാണ്. പക്ഷെ അപ്പോൾ പോലും ചെറിയ രീതിയിലാണ് മഴ പെയ്യുന്നത്. അതിശക്തമായ മഴ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മഴ മാറി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിവേഗം രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് രക്ഷാപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ JCBയും കൂടുതൽ സന്നാഹങ്ങളും എത്തി അതിവേഗം തന്നെ രക്ഷാപ്രവർത്തനം, ഈ മൃതശരീരം കണ്ടെത്താനുള്ള തിരച്ചിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ മരണം 7 ആയിട്ടുണ്ട്. ഇനി 2 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന 2 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോഴും തിരച്ചിൽ നടത്തുകയാണ്. ഈ പുഴയുടെ ഭാഗത്താണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. ഗൗതം. അനഘ ഹർഷനാണ് വിശദാംശങ്ങൾ നൽകിയത്.